ഹലോ, ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. പാറുവിൻ്റെ ബർത്ത്ഡേ വരികയാണ്, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കണം. അപ്പോൾ നമ്മൾ പോത്തീസിലാണ് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു നിർബന്ധം, നമുക്ക് മെട്രോയിൽ തന്നെ പോകണം. അങ്ങനെ നമ്മൾ വിചാരിച്ച് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് അവിടുന്ന് മെട്രോയിൽ കയറി പോകാമെന്ന്. അവിടെ ചെന്നപ്പോഴാണ് ഇന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡിനായിട്ട് ഭരതനാട്യം 12,000 പേര് പങ്കെടുക്കുന്ന പ്രോഗ്രാമുണ്ട്. അതുവഴി പോകുന്നത് തന്നെ നല്ല തിരക്കായിരുന്നു. പക്ഷേ നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഇതൊന്നും അല്ല അവസ്ഥ കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം. മെട്രോ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇതൊന്നും അല്ല തിരക്ക്. അപ്പോൾ പിന്നെ വിചാരിച്ചു എങ്കിൽ നമുക്കൊരു ഓട്ടോയിൽ പോകാമെന്ന്. അങ്ങനെ പോത്തീസിലെത്തി പാറുവിന് വേണ്ട ഡ്രസ്സൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കേട്ടോ. പക്ഷേ ഇന്നത്തെ വ്ളോഗിൽ പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പർച്ചേസ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ നമുക്ക് മണ്ണ് നുള്ളിയുടെ സ്ഥലമില്ലേ. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു. 12,000 പേര് ഡാൻസിനുണ്ട്. പിന്നെ അവരുടെ കൂടെ വന്ന ആൾക്കാർ, ഇതെല്ലാം കൂടെ ഭയങ്കര റഷ് എന്ന് വെച്ചാൽ ഇത്രയും തിരക്ക് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഒരു സൈഡിൽ മാറി ഇരിപ്പായി. അവിടെ വെച്ച് ഒരു കുട്ടി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വന്നവരെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് അമ്മയുടെ ഫോൺ നമ്പർ തരാം, ഒന്ന് വിളിക്കുമെന്ന്. അങ്ങനെ പിറ്റേന്ന് ഞാൻ അമ്മയെ വിളിച്ചു. അപ്പോഴത്തേക്ക് അവരവിടെ ഭയങ്കര കരച്ചില്ല. ഞാൻ പറഞ്ഞു, ആ കരയൊന്നും വേണ്ട, ആളിവിടെ ഉണ്ട്, നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗേറ്റ് 5 അവിടെ അവർ വന്നു. ആ ഒരു മോള് 7th എന്തോ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഏൽപ്പിച്ചിട്ട് പോയി. ഇത്രയും തിരക്കാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വീഡിയോ ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം ഇതൊരു വ്ളോഗ് ആക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. നമ്മളവിടെ ഒരു 2 മണിക്കൂറോളം നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഈ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും കുട്ടികൾ ഇതിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. അതും 3,500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. നമ്മുടെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇങ്ങനൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ട് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല. ഈ കാണുന്ന ആളുകളൊക്കെ ഈ ദൂരെ നിന്ന് ഇത്രയും പൈസ മുടക്കി വന്നതാണ്. ഇത് കൂടാതെ ദൂരെയുള്ള ആൾക്കാർക്കൊക്കെ ഹോട്ടലിൽ സ്റ്റേ വേണം, പിന്നെ മേക്കപ്പിന് പ്രത്യേകം പൈസ. സത്യത്തിൽ ഇങ്ങനൊരു പ്രോഗ്രാം ആര് നടത്തിയാലും ഈ കുട്ടികളുടെ നിന്ന് പൈസ വാങ്ങാതെ അവർ സ്പോൺസർഷിപ്പിലൂടെയോ മറ്റും പൈസ കണ്ടെത്തിയിട്ട് വേണ്ട ഇങ്ങനെ ചെയ്യാൻ, എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.